CTA. എന്താ CTA എന്ന് പറഞ്ഞാൽ? കോൾ ടു ആക്ഷൻ. ഞാൻ എപ്പോഴും CTA പറയുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഉണ്ട്. ഞാൻ സിമ്പിളായി പറയാം. ഇപ്പോൾ താഴെ ഇവിടുത്തെ ക്യാൻറ്റീനിൽ ബിരിയാണി ഫ്രീ ആയി കൊടുക്കേണ്ടത് വിചാരിക്കാം. ഒരാൾ വന്ന് ഇവിടെ നിങ്ങളോട് പറഞ്ഞു, എടോ ഇന്ന് ഫുഡ് ബിരിയാണിയാണ് ബെസ്റ്റ്, ചിക്കൻ ബിരിയാണി ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പോയി ചിക്കൻ ബിരിയാണി കഴിച്ചു കളയാം, അല്ലെങ്കിൽ ഇവിടുത്തെ ബിരിയാണി അല്ലേ എനിക്ക് വേണ്ട, താല്പര്യമില്ല എന്ന് വിചാരിച്ചു. അങ്ങനത്തെ ആളുകൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അവിടെ ഇരുന്നു, നിങ്ങൾ വർക്കുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ്. പക്ഷേ വേറെ ആൾ വന്ന് പറയാണ്, എടാ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ ബിരിയാണി ഉണ്ട്, നമുക്ക് പോയി കഴിച്ചാലോ, നമുക്ക് പോയി കഴിച്ചാലോ. അതെന്താണ്? CTA, കോൾ ടു ആക്ഷൻ. ഒരു ആക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കോളാണ് നടക്കുന്നത്. യെസ് ഓർ നോ എന്നൊരു ആക്ഷൻ നടക്കും. ഈ ഒരു സ്ട്രാറ്റജി മാർക്കറ്റിങ്ങിൽ വളരെ ഇമ്പോർട്ടൻറ്റ്. ബാനർ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഇമെയിൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ലാൻഡിംഗ് പേജ് ആയിക്കോട്ടെ, ഏതൊരു മേഖലയിലായാലും, ഒരു ഫ്ലയർ ആയിക്കോട്ടെ, ഒരു പാംപ്ലെറ്റ് ആയിക്കോട്ടെ, നമ്മൾ മാർക്കറ്റിംഗ് മേഖലയിൽ ഉപയോഗിക്കുന്ന എന്തൊരു കൊളാട്രൽ ആയിക്കോട്ടെ, അവിടെ CTA വളരെയധികം പ്രാധാന്യം. CTA ഇല്ലാത്ത ഒരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റി റിസൾട്ട് കുറഞ്ഞേക്കാം, കുറയാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പോലെ, യൂസ് എ പ്രൊമിനന്റ് ആൻഡ് കമ്പലിംഗ് CTA ബട്ടൺ. ഒരു ബാനറിന്, ഒരു സോഷ്യൽ മീഡിയ ബാനർ ഉണ്ടാക്കാന്ന് വെച്ചോ, കോൺടാക്ടസ്, ഫ്രീ കൺസൾട്ടേഷൻ, അതൊക്കെ CTA ആണ്. ഇമെയിൽ മാർക്കറ്റിംഗിൽ കുറേ കണ്ടന്റ് ഒക്കെ കൊടുത്തിട്ട് അവസാനം CTA ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുക, ക്ലിക്ക് ചെയ്യാൻ. എങ്ങോട്ടേക്ക്? ലാൻഡിംഗ് പേജിലേക്ക്.